ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഈവനിങ് വ്ലോഗ് പോലെ ഇടാം. ഇപ്പോൾ സമയം 3 മണിയൊക്കെയാണ്. ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമിൽ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, കാരണം ഭയങ്കര ബോറാണ്. ഇപ്പം സ്കൂളൊക്കെ അടച്ചല്ലോ, പിന്നെ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതവിടെ ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതുമല്ല, ഈ സംഭവം ഞാൻ എൻ്റെ വേറൊരു ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്തതായിട്ട് ഞാൻ ഈ സംഭവമല്ല ചെയ്തത്, പക്ഷേ ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ ചെറുപ്പം വെച്ചിട്ടുണ്ട്. ആ സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമില്ല, ക്രോഷയാണ്. അതിൻ്റെ വൂള് യാണ്, പിന്നെ അതിൻ്റെ നീഡിലൊക്കെ ഞാൻ വാങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഈ പെട്ടി നിറച്ചും ആ സാധനങ്ങളാണ്, ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. ഇപ്പം ഞാനത് കാണിച്ചു തരാം. ഈ ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ വെച്ചത്. അപ്പം ഈ 2 വൂള് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടൈപ്പൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പോളിമർ വൂളാണിത്. പിന്നെ ഇത് ഞാൻ ബില്ലിടാൻ പോയ സമയത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് വാങ്ങി. ഇതെന്ന് പറയുന്നത് ഇതൊരു നെയിം സ്റ്റിക്കറാണ്. കാരണം ഇതിലൊരു പേപ്പറുണ്ട്. ഈ പേപ്പർ ഇങ്ങനെ എഴുതിയിട്ട് അതിനിങ്ങനെ അടച്ചു വയ്ക്കും. ആ ഒരു ടൈപ്പാണിത്. ഇത് ഈ ഭാഗത്തായിട്ട് വരും ഈ ഒരു സ്റ്റിക്കർ. പിന്നെ ഇത് വന്നിട്ട് വെറും ഒരു ക്രിസ്റ്റൽ സ്റ്റിക്കറാണ്. ഇതിൻ്റെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണ്. എൻ്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇത് 40 റുപ്പീസ്, മറ്റേത് 25 റുപ്പീസാണ്. പിന്നെ ഈ വൂളിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 50 രൂപ. അതും രണ്ടിനും 50 വെച്ചാണ്. അപ്പം നെക്സ്റ്റ് ഞാൻ ക്രോഷ്യ ഹുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി 2 എടുത്തായിരുന്നു. അപ്പം ഈ 2 കൂടെ വരും. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 180 റുപ്പീസാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്ന ആ ഒരു ടൈപ്പ് തന്നെയാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഇത്രയും ക്രോഷ്യ നൂലുകൾ, ഇത്രയും വാങ്ങി. എല്ലാം 2 വീതം വാങ്ങിയിട്ടുണ്ട്. ഇത് 10 റുപ്പി വെച്ചിട്ടാണ് 2 വീതം. അപ്പം ഇത്രയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിരുന്നത് ഇത്രയും സംഭവങ്ങൾ വാങ്ങി. ഇത് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെയും 2 ഉണ്ട്. അത് ഓൾറെഡി യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ ഇന്നലെ ഓൾറെഡി ചെയ്ത് നോക്കിയാൽ ഞാൻ സൈഡിൽ ഇവിടെ കൊടുത്തേക്കാം. ഇന്നലെ ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ അത് ഞാൻ അഴിച്ചിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതും പിന്നെ ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതിൻ്റെ വേറെ ഒരെണ്ണം പറഞ്ഞാൽ ഇതാണ്. ഇത് ഓൾറെഡി അമ്മ ഒരു സംഭവം ചെയ്തൊക്കെ. ഇത് ബണ്ണാണ്. അപ്പോൾ ഇതാണ് ഈ നൂല്. അപ്പം ഇത് ക്രോഷ്യ വെച്ച് തന്നെ ചെയ്തത്. ഇതാണ് ഒരെണ്ണം, ഇതിൻ്റെ സംഭവമാണ്. അപ്പോൾ മൊത്തം 16 നൂലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആ 2 സ്റ്റിക്കറും പിന്നെ മറ്റേ ഹൂക്കും കൂടെ ആയിട്ട് വാങ്ങി. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കാണാം. ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫ്ലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്, ഓൺലൈനിൽ നിന്നല്ല. ഓൺലൈനിലുണ്ട്, പക്ഷേ ഓഫ്ലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു സംഭവം ഉണ്ടാക്കി. വേറൊന്നുമല്ല, നമ്മൾ ഈ യൂട്യൂബ് ഷോർട്സിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട് ജാപ്പനീസ് ജെല്ലി കോഫി എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പം ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാലും കോഫിയും ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 സാധനങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് കണ്ടൻസ് മിൽക്കും പിന്നെ ഫ്രഷ് ക്രീം വേണമെന്ന് തോന്നുന്നു. പക്ഷേ അത് 2 എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇല്ല. പിന്നെ ഓൾറെഡി നമ്മുടെ ചൈന ഗ്രാസ് ഉണ്ട്. അപ്പം ജസ്റ്റ് കോഫി ജെല്ലി ഉണ്ടാക്കിയിട്ട് പാലൊഴിച്ച് അങ്ങനെ കുടിക്കാൻ എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാനത് ഓൾറെഡി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു സാധനം. അത് നല്ല ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം. പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു കോവിലിൽ പോയി. ഇവിടെ അടുത്ത് ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പം വൈകിട്ട് ചിലപ്പോൾ നമ്മൾ അവിടെ പോവും. അപ്പോൾ നോക്കട്ടെ, നമുക്ക് പറ്റുമെങ്കിൽ ആ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നല്ല മഴയുണ്ട്, ഞാൻ മഴ കാണിച്ചു തരാം. ഞാൻ നേരത്തെ വീഡിയോ എടുത്തത് കിച്ചണിലാണ്, മീൻസ് വീടിൻ്റെ ഏറ്റവും ബാക്കിൽ. പക്ഷെ ഞാൻ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മഴയൊന്നും കാണാനില്ല. പക്ഷേ ബാക്കിൽ നല്ല അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. കണ്ടാൽ മനസ്സിലാവും മഴയൊന്നും പെയ്യുന്നില്ല, ഭയങ്കര ക്ലിയർ ആയിട്ട് കിടക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാരണം പഠിക്കാനും ഇല്ല, സ്കൂളിലും പോകേണ്ട ഒന്നും വേണ്ട. അപ്പോൾ ചുമ്മാ വീട്ടിലിരുന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ പോയി TV കാണട്ടെ. വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് കുറച്ച് നേരം TV കണ്ടിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെയ്യാം. പഠിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് എന്നൊക്കെ പറയും, അതൊക്കെ ചെയ്ത് നോക്കാം.
ഓൾറെഡി ഇന്നലെ ഞാൻ മിക്കതും ചെയ്തു, പക്ഷേ ഇന്നായപ്പോഴത്തേക്കും ഒന്നും കൂടെ ചെയ്യാനൊരു തോന്നൽ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ബൈ, പിന്നെ വരാം. ഞാനിപ്പോൾ കാണുന്നത് ഒരു ഇംഗ്ലീഷ് വീഡിയോയാണ്. എനിക്കിങ്ങനത്തെ ഈ ഗാഡ്ജറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവരുടെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടി വിയിൽ വന്ന് കിടന്നപ്പോൾ കാണാൻ തോന്നി, അങ്ങനെ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഉണ്ടെങ്കിൽ വേറൊരു ടി വിയുടെ സൗണ്ടാണെന്ന് തോന്നുന്നു. വേറൊരു സംഭവം എന്ന് വെച്ചാൽ എനിക്കിത് പഠിച്ചതിന് ശേഷം എനിക്കിത് പഠിക്കുന്ന വീഡിയോ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു കളർ തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് ആ നൂലൊരു പരിവമായി, നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല, പക്ഷേ ഇതൊരു പരിവായി. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ നന്നായി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുറച്ച് ബേസിക്സൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെയാണ് പഠിച്ചത്, ഓരോ സംഭവങ്ങളൊക്കെ. പിന്നെ ഗ്രാനി സ്ക്വയർ എന്നൊക്കെ ഒരു സ്ക്വയർ ഉണ്ട് ഇത്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അവരുണ്ടാക്കിയിരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഹാർട്ട്, പൂ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ സമയത്ത് അതൊക്കെ പഠിക്കാൻ പറ്റും, കാരണം വെക്കേഷനാണ്. പിന്നീടായി ഇനി അടുത്ത ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ ഓക്കെ. ഞാൻ നേരത്തെ പോയില്ല. ഞാൻ നേരത്തെ അപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്രോഷയുടെ സംഭവം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത്രയും ചെയ്യും. നമ്മുടെ ജെല്ലി ഇതാണ്. ഇപ്പോൾ കോഫി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കപ്പോൾ സെർവ് ചെയ്യാം. നമുക്കിതിൽ കുറച്ച് ജെല്ലി ഒഴിക്കാം. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഞാനിത് ഉണ്ടാക്കിയപ്പം ഇതിന് കുറച്ച് മാത്രം കൂട്ടി ആ ജെല്ലിക്ക്. അപ്പം ഈ പാൽ ഉണ്ടാക്കിയ സമയത്ത് ഇതിൽ നമ്മൾ ഒരു 2 ഗ്ലാസ് പാലിൽ ഒരാൾക്കുള്ള ബ്രൂവും പിന്നെ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും കിട്ടും, കാരണം അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം കുഴപ്പമില്ല, മൊത്തത്തിൽ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത്രയും വലിയ ക്യൂബാണെന്നല്ല, കുറച്ച് ചെറുതാക്കാം. ഞാൻ ഭയങ്കര വലുതാക്കിയാണ് ചെയ്യാൻ പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ ഒന്ന് ഇതാക്കിയിട്ട് ആ ക്യൂബ് ഒന്ന് കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് ശേഷം കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി പിന്നെ എപ്പോഴും കാണാം. ഞാനിപ്പോൾ നേരത്തെ ആ കുറച്ച് സംഭവം ചെയ്തു, പിന്നെ ഇതുണ്ടാക്കി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വെക്കണം. ബൈ. റെഡി ആകാൻ പോവാണ്. നമ്മൾ കോവിലിലൊരു ഉത്സവം ഇവിടെ നടക്കുന്നുണ്ട്, അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോയി റെഡിയായിട്ട് വരാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്നാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഞാൻ പോയി റെഡിയായിട്ട് വരാം. ഞാനപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കഴിഞ്ഞ് പോകാം. ഇന്നലെ എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. രാത്രി പിന്നെ ഒന്നും എടുക്കാൻ പറ്റും, നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് വീട് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ കുറച്ച് ബാക്കി ചെയ്തായിരുന്നു, കുറച്ച് അത് കാണിച്ചു. ഇത്രയും ഞാൻ ചെയ്തായിരുന്നു ഇന്നലെ രാത്രി. പിന്നെ ഇന്ന് ഒരെണ്ണം കൂടെ ചെയ്തു. സ്ക്വയർ പോലെ ആക്കാൻ നോക്കി, പക്ഷേ സ്ക്വയർ പോലെ വരുന്നില്ല, കുറച്ചിങ്ങനെ കേർവായിട്ട് അങ്ങ് പോവാണ്. ഓക്കെ. അതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.